ഡോക്ടർ വിശ്വാസ് മേത്ത അദ്ദേഹം ഇന്ന് ദൂരദർശനിൽ അതിഥിയായുണ്ട്. സർ, ദൂരദർശൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ച് അങ്ങേ മുമ്പ് കണ്ടിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം അങ്ങേ ഒഫീഷ്യലായി ഒരുപക്ഷെ ഇതൊരു ആദ്യ അഭിമുഖമാണെന്ന് പറയാം. വലിയ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സമയത്തൂടെ കടന്നു പോകുന്നത് നമ്മൾ മാത്രമല്ല, ലോകവും നമ്മുടെ രാജ്യവും എല്ലാം. ആ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ താഴെത്തട്ടുള്ള ആളുകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വേറൊന്നും അതിനകത്ത് ഒരു ഓർഡറായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഈ ഒരു കോവിഡ് കാലം എന്ന് പറയുന്നതിനെ അതിജീവിക്കുക എന്നുള്ളത്. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊരു സമയമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അങ്ങും കടന്നു പോകുന്നത്, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ഓരോ ദിവസവും കേസുകൾ കൂടി വരുന്നു. ഈ സമയത്തുള്ള ഏറ്റവും വലിയൊരു കൺസേൺ അങ്ങയുടെ എന്താണ്? നമ്മുടെ ഈ കോവിഡ് കൂടെ നമുക്ക് ജീവിക്കണം. കോവിഡ് നമുക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന പോലെ തട്ടിക്കളയാൻ പറ്റില്ല. കാരണം ഇത് വാക്സിൻ കിട്ടുന്നത് വരെ ഈ പ്രശ്നം നമുക്ക് അതിന് പരിഹാരമില്ല. പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെൽഫ് ഡിസിപ്ലിൻ പാലിക്കുക, ഒരു കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക, അതാണ് മെയിൻ. അതിനകത്ത് നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ 5-6 മാസമായില്ലേ, അപ്പോൾ ആളുകൾക്ക് ക്ഷീണം വരാൻ തുടങ്ങി. മാത്രമല്ല അവർ കുറച്ച് ലാക്സ് ആവാൻ തുടങ്ങി. ഇപ്പോൾ വരട്ടെ, നോക്കട്ടെ, ഇത്ര ദിവസം അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ശരിയല്ല, അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോവിഡ് പ്രത്യേകിച്ചിട്ട് ഇത്ര വലിയ പ്രശ്നമില്ല, വലിയ മാർഗം രോഗമല്ല. 1%, 1.5% മോർട്ടാലിറ്റി റേറ്റ് ഉള്ളൂ. പക്ഷേ ഈ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ, കോമോർബിഡിറ്റി ആയിട്ടുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെയാണ് ഈ കൂടുതൽ മോർട്ടാലിറ്റി വരാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ വന്നത് വരെ നമ്മുടെ വലിയ ചോയ്സ് ഇല്ല. വി ഹാവ് ടു ഫോളോ സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മൾ അകലം പാലിക്കുക, നമ്മുടെ മാസ്ക് ധരിക്കുക, നമ്മുടെ ഫ്രീക്വൻറ്റ് ഹാൻഡ് വാഷ് ചെയ്യുക. പിന്നെ അതിൽ കൂടെ നമ്മുടെ നോർമൽ ജീവിതം കൂടി അതിനെ കൂടെ നടത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ജൂണിൽ നമ്മുടെ കോവിഡ് ഔട്ട് ബ്രേക്ക് ചെയ്യുന്നു, സംസ്ഥാനം അതിനകത്ത് അതീവ ജാഗ്രത തുടക്കം മുതൽ തന്നെ പുലർത്തുന്നു. ആദ്യ സമയങ്ങളിൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നാഷണൽ ലെവലിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നല്ല ലെവലിലായിരുന്നു. പക്ഷേ ജൂണിൽ അങ്ങ് ചീഫ് സെക്രട്ടറിയായിട്ട് സ്ഥാനമേൽക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇതിൻ്റെ കേസുകൾ നമുക്ക് കൂടുതലായി വരുന്ന ഒരു സമയത്താണ് അങ്ങ് ആ സ്ഥാനത്തേക്ക് എത്തുന്നതും. എന്തുമാത്രം സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ സംസ്ഥാനത്തിൻ്റെ മിഷനറിക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മുടെ കാൽക്കുലേഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിരുന്നോ? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഫസ്റ്റ് കേസ് വന്നിരിക്കുന്നത് ജനുവരി 30-ാം തീയതിയാണ്. വുഹാനിൽ നിന്ന് വന്നിരിക്കുന്ന ആദ്യ കേസ് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലായിരുന്നു. ആ കുട്ടി അവിടെ വന്ന ശേഷം അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഈ കോവിഡ് എന്താണ്, എന്ത് പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം, എത്ര മാർഗമാണ്, എങ്ങനെയാണ് അത് സ്പ്രെഡ് ആവുന്നത്, ഒരു പിടിയില്ല. ദർ വാസ് നോ പ്രോട്ടോകോൾ. ആ സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിപ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ പ്രോട്ടോകോൾ തുടങ്ങിയത്. ഗവൺമെൻറ് ഓഫ് ഈ ഇന്ത്യ രാജ്യത്ത് ഫസ്റ്റ് ടൈം ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തത് നമ്മൾ തന്നെയാണ്. നമുക്ക് ഈ കോവിഡിനെ കുറിച്ചൊന്നും അറിയില്ല. അന്ന് ചൈനയിൽ മാത്രമായിരുന്നു, വുഹാനിൽ മാത്രമായിരുന്നു. ഇപ്പോൾ നിപ വൈറസിന്റെ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നമ്മുടെ ശരിക്കും തുടങ്ങിയത്. ഇപ്പോൾ അതിന് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടെയ്ൻമെന്റ്, ക്വാറന്റൈൻ, സർവൈലൻസ്, ഈ 3 സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മുടെ ഈ ആളുകൾ കൂടുതൽ മിങ്കിൾ ചെയ്യാൻ പാടില്ല. അവർ എത്ര ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, പ്രൈമറി സെക്കൻഡറി കോൺടാക്ട് കൂടി നോക്കണം, അതിൽ സിംറ്റംസ് ഉണ്ടോ ഇല്ലോ അതുകൂടി നോക്കണം. പിന്നെ അവർക്ക് ഐസൊലേറ്റ് ചെയ്യണം, ക്വാറന്റൈൻ ചെയ്യണം. അതാണ് നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് തുടങ്ങിയത്. ദിസ് സെയിം പ്രോട്ടോകോൾ വാസ് ഡെവലപ്ഡ് ലേറ്റർ ഓൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ 30th ജനുവരി മുതൽ മെയ് 4-ാം തീയതി വരെ ലോകത്തിൽ ഏറ്റവും നല്ല റിക്കവറി റേറ്റ് കേരളത്തിലായിരുന്നു. അന്ന് 14 കേസ്, 2 ഡെത്ത് മാത്രമായിരുന്നു. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഫസ്റ്റ് വീക്ക് വന്ന വരെ നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. അതൊരു വേൾഡിലെ അവർക്ക് വലിയ അതിശയമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ, കാരണം ആ സമയത്ത് ഈ മാർച്ച്, ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക്
ഈ വൈറസും ഇറ്റലിയിലേക്ക് പോയി, അവിടെ നിന്ന് യൂറോപ്പിലേക്ക് സ്പ്രെഡായി, UK വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോയി, വല്ലാത്ത കൂടാൻ തുടങ്ങി. പക്ഷെ കേരളത്തിൽ എന്താണ് ചെയ്തത് അറിയില്ല. 97% റിക്കവറി, 2 ആളുകൾ മാത്രം മരിച്ച് 14 ആളുകളായിട്ട് കുറച്ചു. അത് ഇതിനെക്കുറിച്ച് കാര്യമായ ബോധം എങ്ങും ഇല്ലാതിരുന്ന കാലത്ത്. അതെ, കറക്റ്റ്. അപ്പോൾ ആ മാർച്ച് അവസാനം വരുമ്പോഴത്തേക്ക് പിന്നെ ലോക്ക്ഡൗൺ വന്നു, നാഷണൽ ലോക്ക്ഡൗൺ വന്നു. ഇപ്പോൾ അതിനുശേഷം കുറേ പ്രോട്ടോക്കോളൊക്കെ വന്നു. പിന്നെ ആ സമയം ആകുമ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വല്ലാത്തൊരു സ്പ്രെഡായി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വൈറസ് നമുക്ക് തടയാൻ പറ്റില്ല. ദിസ് ഈസ് പാർട്ട് ഓഫ് അവർ ലൈഫ്. ഇറ്റ് ഹാസ് ടു റൺ ത്രൂ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ എക്സിക്യൂഷൻ, അതിൻ്റെ തലവനാണ് ചീഫ് സെക്രട്ടറി. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായും നേതാക്കളുമായും മന്ത്രിമാരുമായും നിരന്തരം സംവദിക്കപ്പെടുന്ന ആ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്ന സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു എക്സിക്യൂഷൻ്റെ ചുമതല വഹിക്കുന്നു എന്ന നിലയിൽ അങ്ങ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ് കേരളത്തിൽ? ഇപ്പോൾ ഭാഗ്യവശാൽ കേരളത്തിൽ നമുക്ക് അത് സാധിച്ചിട്ടുണ്ട് ഇന്ന് വരെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, നാഷണൽ മോർട്ടാലിറ്റി റേറ്റ് ഈ കോവിഡുമായിട്ട് മരിച്ചിരിക്കുന്ന ആളുകളുടെ നാഷണൽ മോർട്ടാലിറ്റി റേറ്റ് ഒപ്പം 1.6 ആണ്. 1.6% നാഷണൽ ആവറേജ് മോർട്ടാലിറ്റി. 100 ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ 1.6 പീപ്പിൾ അവർക്ക് മോർട്ടാലിറ്റി വരാനാണ് സാധ്യത. കേരളത്തിലെ കണക്ക് നോക്കുമ്പോൾ 0.4% താഴെയാണ്. അപ്പോൾ 0.04% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്ന് വരെ മോർട്ടാലിറ്റീൻ്റെ കാര്യത്തിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ വലിയ വ്യത്യാസമാണ്. 11.3% സംതിങ് ആണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കേരളം അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ സമയം കൊണ്ട്, ഈ ഒരു പുതിയ കാലത്തെ കണക്കുകളിൽ. ഈ കോവിഡിന് ശേഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ തകർന്നുപോയ സംരംഭങ്ങളെയും നമ്മുടെ ഇൻഡസ്ട്രിയെയും നമ്മുടെ സംരംഭകരെയും തിരിച്ചു കൊണ്ടുവരണം, നമ്മുടെ റവന്യൂ തിരിച്ചു പിടിക്കണം. ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വരുന്ന ഒരു രാജ്യമാണ്. അവിടെ ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. കോവിഡിനേക്കാൾ ഗുരുതരമായൊരു സ്ഥിതിവിശേഷം ഇതിനുശേഷം നമ്മൾ നേരിടാൻ പോവുകയാണ്. ആളുകളുടെ സാമൂഹികമായ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജീവിത നിലവാരം, വരുമാനം, ഇതിലെല്ലാം. കേരളത്തിൻ്റെ പദ്ധതി എന്താണ് അക്കാര്യത്തിൽ? കേരളം എന്താണ് ആലോചിക്കുന്നത്? ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ സർവീസ് സെക്ടറാണ് നമ്മുടെ ഏറ്റവും വലിയ. ഭഗത് പറഞ്ഞതുപോലെയാണ് ഈ സർവീസ് സെക്ടറിൻ്റെ ഏറ്റവും വലിയ ഈ ഗ്രോത്ത് ഉണ്ടാവാൻ കാരണം നമ്മുടെ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷനാണ്, സ്കിൽഡ് പോപ്പുലേഷനാണ്. അതിലാണ് ഭൂരിപക്ഷ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ 22 ലക്ഷം ആളുകൾ ഇപ്പോൾ ഗൾഫ് തന്നെയാണ്. നമുക്ക് ആകെ മലയാളികൾ പുറത്ത് താമസിക്കുന്നവരുടെ കണക്ക് നോക്കിയാൽ 33 ലക്ഷമാണ് എനിക്ക് തോന്നുന്നു. അതിൽ 22 ലക്ഷം ആളുകൾ ഗൾഫിലാണ്. കുറേ ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു പോയി, അവർ തിരിച്ചു വന്നു. സ്കില്ലുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്, മാത്രമല്ല യങ്ങർ പോപ്പുലേഷനാണ്. അവരവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് സേവിങ്സ് കൊണ്ട് നമുക്ക് ആ സർവീസ് സെക്ടർസിലെ ചില ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെൻറ്റും എൻ്റർപ്രീനർഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അത് നമ്മൾ കുറേ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് സുപ്രഭാതത്തിൽ നടക്കില്ല. കാരണം കോവിഡ് ബാധിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെ വ്യവസായങ്ങൾ, നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് എല്ലാം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളം അതിലൊരു എക്സെപ്ഷൻ ഇല്ല. പക്ഷേ കേരളത്തെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മുടെ അനുഭവിച്ചിരിക്കുന്നത് ഓഖി, അതിനു മുമ്പ് സുനാമി, അതിനു മുമ്പ് ഡീപ, അതിനു മുമ്പ് 2018 ഫ്ലഡ്, മഹാപ്രളയം. ഇപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു ട്രിമെൻഡസ് റെസിലിയൻസ് ഉണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ, ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. കറക്റ്റ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്ട്രെങ്താണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് എന്ത് ചലഞ്ച് വന്നാലും നേരിടാൻ, ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അത് ക്ലാസ് എക്സാമ്പിൾ പറയാം. 2018 ഫ്ലഡ് വരുമ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടല്ലേ ഫ്ലഡ് വന്നത്. ഒരിക്കലും ഇവിടെ ഫ്ലഡ് വരില്ല എന്നാണ് ആളുകൾ കരുതുന്നത്. പക്ഷെ ഇത്ര വലിയ ഒരു ഫ്ലഡ് നമ്മുടെ വന്നുള്ളൂ. ആ സമയത്ത് രക്ഷിച്ചത്, സഹായിച്ചത് സർക്കാർ മാത്രമാണോ? സർക്കാരിൻ്റെ ആളുകൾ മാത്രമാണോ? ആളുകൾ നേരിട്ടിട്ടു. നമ്മുടെ മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടെ ആ മലയോര പ്രദേശങ്ങളിലൊക്കെ പോയിട്ട്, ഈ പല സ്ഥലങ്ങളിൽ അവിടെ പോയിട്ട് ജനങ്ങൾ ഇവിടെ കാത്തിരിക്കില്ല, ആളുകളെ സഹായിക്കാനായിട്ട് കാത്തിരിക്കും.
അപ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കണം, നമ്മുടെ ആ എൻവയറമെൻറ്റ് ഉണ്ടാക്കണം, ആ അന്തരീക്ഷം ഉണ്ടാക്കണം. അവർക്ക് തിരിച്ച് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആളുകളുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കണം. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. സാർ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് അതിനകത്തൊരു കോയിൻസിഡൻസ് തോന്നുന്നത് 1987 ജൂണിലാണെന്ന് തോന്നുന്നു അങ്ങ് കൊല്ലത്ത് അല്ലേ സർവീസിൽ. യെസ്, അതും ഒരു ജൂണിലാണ്. അതിനുശേഷം കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ വിഭാഗം ആളുകളുമായിട്ടും നിരന്തരം സമ്പർക്കം പുലർത്താനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അങ്ങ് കിട്ടുകയും ചെയ്തു. ഈ കേരളത്തിൻ്റെ ഈ നേരത്തെ അങ്ങ് പറഞ്ഞ ഫ്ലഡ് ആയാലും ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിലായാലും നമ്മുടെ ഭയങ്കര സെൻസിറ്റീവായ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ഭരണ നേതൃത്വത്തിന്, രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരിച്ച സർക്കാരുകൾക്ക് പറ്റിയിട്ടുണ്ടോ? സംശയമില്ല. കാരണം എൻ്റെ നാട്ടിൽ പോലെ അല്ല കേരളം. കാരണം ഇവിടെ ഒരു നല്ല ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അംഗീകാരം കിട്ടും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്രിറ്റിസിസം ഉണ്ടാവും. അത് രണ്ടും കൂടെ ഒന്നിച്ച് പോകണം. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ധർണ, നമ്മുടെ ഈ പ്രൊട്ടസ്റ്റും പിന്നെ ഈ എജിറ്റേഷൻ സമരങ്ങൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് വളരെ ചെറുപ്പത്തിലാണ്, 24 വയസ്സ് മാത്രമായിരുന്നു ഇവിടെ വരുമ്പോൾ. ഭാഷ പിടിക്കുന്നില്ല, കാലാവസ്ഥ പിടിക്കുന്നില്ല, മനസ്സിലാവുന്നില്ല, ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അവിടെ വന്നിട്ട് അവിടെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിന് ശേഷം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് ഞാൻ തീരുമാനിച്ചത് ഭാഷ പഠിക്കണം. അപ്പോൾ ഭാഷ പഠിക്കാൻ നമ്മുടെ പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ, അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ, തെറ്റാണെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുക. ഞാൻ മാനന്തവാടിയിൽ സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ആൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ മലയാളത്തിൽ സംസാരിക്കുന്ന ആൾ ഞാൻ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് അയാൾ അത് ഇൻ്റർപ്രേറ്റ് ചെയ്യും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അയാൾ വീണ്ടും അവർ മനസ്സിലാക്കി കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടി വന്നില്ല. കാരണം ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ ഒരു 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 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റായാലും ശരി അവർ അത് തമാശ ആക്കില്ല, അവർ ഇൻസ്പയർ ചെയ്യും, അവർ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പോൾ ശരി തെറ്റാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അയാൾ ക്ഷമിക്കുന്നുണ്ടല്ലോ, അതൊരു എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇപ്പോൾ ഇത്ര വർഷമായി, ഇപ്പോൾ 35 വർഷമായി അവിടെ വന്ന ശേഷം ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഭാഗമായി, ഇത് എൻ്റെ കർമ്മഭൂമിയായിട്ട് മാറി. ഞാനിപ്പോൾ അവിടെ വീടുണ്ടാക്കിയിട്ടുണ്ട്, അവിടെ വെച്ച് താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മലയാളി ഈ കൾച്ചറും ഇവിടുത്തെ മണ്ണിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ, കർമ്മഭൂമി മാത്രമല്ല നമ്മുടെ ഒരു സ്വന്തം നാടായിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സ് കൂടി ഉണ്ടാവും. കാരണം എന്തായാലും 3000 കിലോമീറ്റർ വന്നു പോയില്ലേ. അപ്പോൾ 3000 കിലോമീറ്റർ വന്നത് എന്തിനാണ്? 2300 രൂപ കിട്ടാൻ വേണ്ടിയാണോ? ഇല്ല. കാരണം അതാണ് നമ്മുടെ ശമ്പളം. ഇപ്പോൾ 2300 രൂപ കിട്ടാൻ വേണ്ടി എന്നോട് ഒരു ആൾ ചോദിച്ചതാണ്, നിങ്ങളൊരു തട്ടുകട തുടങ്ങിയാൽ മതിയായിരുന്നു, എന്തിനാ എത്ര ദൂരെ നിങ്ങൾ വന്നിരിക്കുന്നത്? അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന പൈസ കിട്ടാൻ വേണ്ടിയല്ല, പവർ കിട്ടാൻ വേണ്ടിയല്ല. എന്നെ കൊണ്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് സഹായിച്ച് കൊടുക്കാൻ സാധിച്ചാൽ, ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിച്ചാൽ, എനിക്ക് അത് ആത്മസംതൃപ്തി കിട്ടാനുള്ള ഒരു നല്ല അവസരം ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മുടെ ഈ സർവീസിലെ ഈ പത്മശ്രീ ഇല്ല, പോലീസ് സർവീസ് പോലെ മെഡലും ഇല്ല, സർവീസ് മെഡലും ഇല്ല, സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുമ്പോൾ ജനങ്ങളോടല്ലേ നമ്മുടെ സർവീസ്. അതിൽ കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ, അവരുടെ എക്സ്പ്രഷൻസ്, അവരുടെ നന്ദി, അതാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന, ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന നമ്മുടെ മെഡൽസ്. ഐ കോൾ ഇറ്റ് ആസ് മെഡൽസ് ഗിവൻ ബൈ പീപ്പിൾ. അത് ധാരാളമുണ്ട്. അതിനു വേണ്ടി ഈ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പുസ്തകം എഴുതിയാൽ ആ മെഡൽസിൻ്റെ നമ്പർ തന്നെ വല്ലാത്തൊരു നമ്പർ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ സംതൃപ്തി. സർവീസ് കഴിഞ്ഞു അപ്പോൾ കേരളത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം വേറെ സ്ഥലത്ത് വീടില്ല, ഇവിടെ ഉണ്ടാക്കിയിട്ട് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് നാളത്തേക്ക് താമസിക്കാം. ഒരു സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു റോൾ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ
സർക്കാരിനകത്തുള്ള കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഭരണനിർവഹണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ബ്യൂറോക്രസിയാണ് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നത്. മറ്റേതൊരു 5 വർഷം അവർ പോളിസികളും ഇതും അവരുടെ നയത്തിനനുസരിച്ച് നടപ്പാക്കി പോകുന്നു. അങ്ങ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി എന്തുമാത്രം ഊഷ്മളമായ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്? ഞാൻ ഈ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരിക്കുന്ന സമയത്ത് 24-25 വയസ്സ് മുമ്പ് ഈ സമരം ജാഥ, ഈ മറ്റേ ഈ ധർണ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കത് ഭയങ്കര എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് റെസ്റ്റ്ലെസ്. എന്തിനാ അവർ അപ്പോൾ ഒരു ക്ലാസ് എക്സാമ്പിൾ പറയാം. ഒരാൾ എൻ്റെ അടുത്ത് അവിടെ സാധാരണ എന്താണെന്ന് ചോദിച്ചാൽ അവർ ധർണ ഒക്കെ നടത്തിയതിന് ശേഷം സബ് കളക്ടറായിരുന്നു. ധർണ നടത്തി കഴിഞ്ഞിട്ട് അവർ മെമ്മറണ്ടമായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വരെ ഞങ്ങൾ താമസിക്കുന്ന കോളനി വരെ വൈദ്യുതി വന്നില്ല. അപ്പോൾ 1 കിലോമീറ്റർ അകലെ ഒന്ന് വൈദ്യുതി കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ഇത്ര വീട്ടുകാർക്കും ഒന്ന് അഡ്വാൻറ്റേജ് കിട്ടും. ഞങ്ങൾ ഈ സമരം ചെയ്തിരിക്കുന്ന കോളനീൻ്റെ ആളുകളാണ്. അപ്പോൾ ഞാനത് കുറച്ച് പിന്നാലെ നടന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് സംസാരിച്ചിട്ട് ഏതെങ്കിലും സ്കീമിൽ പാസ്സാക്കിയിട്ട് ഒരു 8-10 പോൾസ് വെച്ചിട്ട് 1 കിലോമീറ്റർ അകലെ വൈദ്യുതി കണക്ഷനായി. അപ്പോൾ സാധാരണ 95% ആളുകൾ തിരിച്ച് വന്നിട്ട് പറയില്ല കിട്ടി, നന്ദി പറയില്ല. ഞങ്ങൾക്ക് കിട്ടുന്നത് ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് നന്ദിയാണ്, വേറൊന്നും വേണ്ട. ഇപ്പോൾ കാര്യം നടന്നില്ല, കാര്യം നടന്നു എനിക്കറിയാം, പക്ഷേ വീട്ടുകാർക്ക് സന്തോഷമുണ്ട് എന്ന് ഒരു വാക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. അതൊരു ഫോളോ അപ്പ് ആണ്. അപ്പോൾ അതിൽ ആ ഗ്രൂപ്പ് വീണ്ടും അവിടെ വന്നു. ഒരു 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും അവർ അവിടെ ധർണ ഒക്കെ നടത്തുന്നു. അപ്പോൾ അയാൾ മെമ്മറണ്ടായിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. സർ, ഞാൻ 2 മാസം മുമ്പ് വന്നിരുന്നു, ഞങ്ങളോട് ധർണയായിട്ട് വന്നതാണ്. ഏത് കോളനിയാണ്? കോളനി. ഞാൻ ഓർത്തു. ഞാൻ പറഞ്ഞു അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഒരു കിട്ടാനുള്ള പ്രശ്നമല്ലേ, അത് നമ്മൾ ശരിയാക്കി കൊടുത്തല്ലോ. അത് ശരിയായി സർ. ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താ പ്രശ്നം? സർ, ഒരു കിണറുണ്ട്, അത് 100 മീറ്റർ അകലെയാണ്, ഞങ്ങൾ വീട്ടിനടുത്ത് വേണം. ഞാൻ പറഞ്ഞു ശരി, ആക്കിത്തരാം. പക്ഷേ വൈദ്യുതി കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ പറയണ്ടേ? സോറി സർ. ഇപ്പം നമ്മുടെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വി ആർ അവെയർ ഓഫ് റൈറ്റ്സ് നോട്ട് ഡ്യൂട്ടീസ്. എനിക്കെന്താ വേണ്ടേ അത് നമുക്കറിയണം. അത് കുഴപ്പമൊന്നുമില്ല, അത് ജനങ്ങൾക്ക് ആവശ്യപ്പെടാം. അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ, അത് പ്രശ്നമില്ല. പക്ഷേ ഡ്യൂട്ടീസ് കൂടി അറിയണം. ഡ്യൂട്ടീസ് അറിയണമെങ്കിൽ നമ്മുടെ അത് ബാലൻസ് ചെയ്ത് പോകും. എൻ്റെ നാട്ടിലെ അവർക്ക് ഡ്യൂട്ടീസ് അറിയില്ല, അതും അറിയില്ല. ദേ ഡോണ്ട് നോ ദെയർ ഡ്യൂട്ടീസ്, ദേ ഡോണ്ട് നോ ദെയർ റൈറ്റ്സ്. പക്ഷെ കേരളത്തിൽ 100% ലിറ്ററസി ആയതുകൊണ്ട് ഡ്യൂട്ടീസും അത് കൂടിയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിരുന്നു. പിണറായി വിജയൻ സാറിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഹീ ഈസ് എ ലീഡർ ഫോർ ദ പാർട്ടി, ഫൈൻ. വാട്ട് ഐ ഹാവ് സീൻ ലാസ്റ്റ്, ഞാൻ ഹോം സെക്രട്ടറി ആയതിനു ശേഷമാണ് കുറച്ച് കൂടുതൽ ബന്ധപ്പെടാൻ നോക്കിയത്. നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ മാത്രമല്ല, പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒരു ശീലമുണ്ട് അദ്ദേഹത്തിന്. അത് ഞാൻ ശരിക്കും എനിക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അതൊരു ക്ലാസ് എക്സാമ്പിൾ പറയാം. ഞാൻ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് നേരത്തെ പറഞ്ഞു, താങ്കൾ സീനിയറല്ലേ, ഹോം സെക്രട്ടറി ആയിട്ട് വരണം. അപ്പോൾ ഹോം സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉള്ള, കുറച്ച് കോൺഫിഡൻസ് അടുപ്പുള്ള പല ആളുകൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് അവരുടെ കോൺഫിഡൻസ് തോന്നി. സീനിയോറിറ്റി കൂടി നോക്കി, ആയിക്കോട്ടെ സാറ് സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, പിന്നെ ഞങ്ങളിവിടെ പോളിറ്റിക്സ് കളിക്കാൻ വന്നില്ല, ഞങ്ങൾക്കെല്ലാം ഒരുപോലെയല്ലേ. വി ഷുഡ് വർക്ക് വിതൗട്ട് ഫിയർ, വിതൗട്ട് ഫേവർ ആൻഡ് വിതൗട്ട് പ്രെജുഡിസ്. പോളിറ്റിക്സ് കളിക്കാനാണെങ്കിൽ എൻ്റെ നാട്ടിൽ മതിയായിരുന്നു, അവിടെ ഇലക്ഷൻ മത്സരിക്കാമല്ലോ. ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് പൈസ കിട്ടാൻ വേണ്ടിയല്ല, പവർ കിട്ടാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വന്നില്ല. അതുകൊണ്ട് എല്ലാം ഒരുപോലെ ആവണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇത്ര വർഷം സർവീസിന് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അത് സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഇത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. നമ്മുടെ ഓഫീസേഴ്സ് ഒരു കാര്യം മറന്നു പോവാണ്. വി ഹാവ് നോട്ട് ബീൻ എലക്റ്റഡ് ടു റൂൾ. We are supposed to provide continuity.
ഭാഗത്ത് പറഞ്ഞത് തന്നെയാണ്, കണ്ടിന്യൂറ്റിയാണ് നമ്മളെ കൊടുക്കുന്നത്. കാരണം ഒരു സർക്കാർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നയം മാറിക്കൊണ്ടിരിക്കും, പോളിസീസ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അതിന് വേണ്ടിയാണ് സ്റ്റീൽ ഫ്രെയിം സിവിൽ സർവീസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചില സമയത്ത് നാം അത് മറന്നു പോവാണ്. ആ കണ്ടിന്യൂറ്റിന് വേണ്ടിയാണ്. വി ആർ നോട്ട് ദെയർ. മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, പീപ്പിൾ, മിനിസ്റ്റേഴ്സ്, ഗവൺമെൻറ് ഹാസ് ബീൻ ഇലക്റ്റഡ് ടു റൂൾ ബൈ പീപ്പിൾ. നമ്മളല്ല. We have not been elected to rule. We are there to aid and advise them. നയം അനുസരിച്ചാണോ, അത് തെറ്റാണോ, അതിനകത്ത് പ്രൊസീജിയേഴ്സിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല, ആ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അതിലൊരു പേടി വരാൻ പാടില്ല, അതിനകത്തൊരു പ്രെജുഡിസ് വരാൻ പാടില്ല, ഫേവർ വരാൻ പാടില്ല. പക്ഷേ ഫൈനലി ജനങ്ങൾ അവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവരെ റൂൾ ചെയ്യാൻ വേണ്ടിയല്ലേ, നമ്മളല്ല. അത് പല ഓഫീസേഴ്സ് മറന്നു പോവുക. ഞാൻ അങ്ങയോട് ചോദിക്കാൻ കൂടി കാര്യം, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ പൊളിറ്റിക്കലി ചാർജ്ഡാണ് നമ്മുടെ സൊസൈറ്റി. ഈ ചാർജ്ഡായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും അതിൻ്റെ പ്രഷർ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ മേളിലാണ്. അപ്പം അത് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആവാം, പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങളാവാം. ഇപ്പോൾ ഇടയ്ക്ക് അത് വിവാദമായപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു, ഓറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉദ്യോഗസ്ഥരെ അനുവദിക്കേണ്ട അല്ലെങ്കിൽ അവരനുസരിക്കേണ്ട സാഹചര്യമില്ല എന്നുകൂടി. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷറിന് അങ്ങ് വിധേയമായിട്ടുണ്ടോ? അതിന് സാഹചര്യം ഉണ്ടായി? നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്കലി വളരെ ചാർജ് സൊസൈറ്റിയാണ്, ഐഡിയോളജി ബേസ്ഡ് ആണ്. എൻ്റെ നാട്ടിൽ അങ്ങനെയല്ല. അവർ ഈ ചാർജ് ആവുന്നത് ഇലക്ഷൻ സമയത്താണ്. ആ സമയത്ത് ഈ പാർട്ടിയിലേക്ക് പോകണോ, ആ പാർട്ടിയിലേക്ക് പോകണോ, ഈ കാൻഡിഡേറ്റിലേക്ക് പോകണോ, അങ്ങനെയല്ല. കേരളത്തിലെ ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി വിശ്വസിക്കുന്നവരാണ്. അവർ ഉദ്യോഗസ്ഥരാവാം, അവർ കച്ചവടക്കാരനായിരിക്കാം, ഒരു സാധാരണ മനുഷ്യനാവാം. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് ഉറച്ചു നിൽക്കാനുള്ള ഒരു വർഷങ്ങളായിട്ടുള്ള അത് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുള്ള സൊസൈറ്റീസിൽ നമ്മുടെ സാധാരണ ഒത്തിരി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എല്ലാത്തിന് സാധാരണ രീതിയിൽ അംഗീകരിക്കുക ഉള്ള അതില്ല. അവർ റെസിസ്റ്റ് ചെയ്യും. ഇപ്പോൾ കൊച്ചു തീരുമാനം എടുത്താലും അതിൽ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എല്ലാവർക്കും ആവാം, പക്ഷേ അത് നെഗറ്റീവ് ആവാൻ പാടില്ല. നമ്മളൊരു ചെറിയ തീരുമാനം എടുത്തു, അത് ചോദ്യം ചെയ്യിക്കുമ്പോഴാണ് വലിയ പ്രശ്നം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ അങ്ങനെ നിസ്സാര കാര്യങ്ങൾ അവർ ചോദ്യം ചെയ്യില്ല. വലിയ ഒരു സൊസൈറ്റിക്ക് ബാധിക്കുന്ന അതിൽ ഇപ്പോൾ ആ പ്രശ്നമുണ്ട്. പക്ഷേ വേറെ വ്യത്യാസമുണ്ട്. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഇത്രയില്ല, പക്ഷേ യു പി, ബീഹാർ ഒക്കെ ചില സംസ്ഥാനങ്ങളിൽ പോളിറ്റീഷ്യൻസ് ആൻഡ് ഗാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ക്രിമിനൽ നെക്സസ് കൂടിയുണ്ട്. അത് ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ നെക്സസ് കേരളത്തിലില്ല. ബാക്കിയുള്ളിടത്ത് അത് വളരെ വിസിബിളാണ്, പ്രത്യക്ഷത്തിൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. ഒരു കാര്യം കൂടി ചോദിച്ചോളെ, ഈ പറഞ്ഞല്ലോ, അതായത് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നവർ എപ്പോഴും ഓർത്തിരിക്കേണ്ടതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു, പലപ്പോഴും അവർ മറന്നു പോകുന്നു എന്ന് പറഞ്ഞു. റീസെൻ്റായിട്ട് നമ്മളും അത്തരത്തിലുള്ള പലതും കേട്ടു. പ്രത്യേകിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി പോലെയുള്ളവർ, പ്രിൻസിപ്പൽ സെക്രട്ടറി പോലെയുള്ളവർക്ക് ഭയങ്കരമായൊരു ജാഗ്രതയും അല്ലെങ്കിൽ ജനങ്ങളുള്ള കമ്മിറ്റ്മെൻറ്റിനും അവർ കുറച്ചുകൂടി വിധേയരാണ്. അവർ സർവൻസാണ്, സർവീസ് എന്നുള്ള സർവൻസാണ്, പീപ്പിളിനെ, ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതിനകത്തൊരു എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചില കല്ലുകടികൾ, എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതെന്തുകൊണ്ടാണ് കേരളത്തിലും ഉണ്ടാകുന്നത്? ഉണ്ട്. അത് ഞാനത് ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ ഞാൻ അനുഭവപ്പെട്ടു. എൻ്റെ പിയോൺ എന്നോട് പറയാണ്, എൻ്റെ ഓഫീസ് അറ്റൻഡൻറ്റ് എന്നോട് പറയാണ്, സാറും ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം? സാർ ഒരു എക്സാം എഴുതി പാസ്സായി, IAS ആയി. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളില്ലായിരുന്നു. ഇപ്പോൾ അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. നിങ്ങളൊരു എക്സാം പാസ്സാക്കി, എനിക്ക് പാസ്സാക്കാൻ സാധിച്ചില്ല. അവർക്ക് അറിയില്ല 5 ലക്ഷം ആളുകൾ, കുട്ടികൾ കൊണ്ട് സെലക്ട് ചെയ്തിട്ട് പല പ്രോസസ്സ്, ഒരു വർഷത്തിൻ്റെ ഒരു വലിയ ഒരു ത്യാഗം ചെയ്തതിന് ശേഷം പഠിച്ച് എക്സാം പാസ്സാക്കി ഇൻ്റർവ്യൂ വരെ എത്തിക്കഴിഞ്ഞിട്ട് 100 ആളുകൾക്ക് മാത്രമേ IAS കിട്ടുള്ളൂ. സാധാരണ ആളുകളല്ല, സാധാരണ കുട്ടികളല്ല. ഇപ്പോൾ ആ അംഗീകരിക്കുന്ന അയാൾക്ക് ഇതില്ല, ഒരു എക്സാം പാസ്സാക്കാൻ മതിയായിരുന്നു. ഇപ്പോൾ അതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഹീസ് നോട്ട് വില്ലിംഗ് ടു ഗിവ് മീ ദാറ്റ് റെസ്പെക്ട്. ഹി വാണ്ട്സ് റെസ്പെക്ട്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും റെസ്പെക്ട് വേണം. എല്ലാവർക്കും അവരുടെ ഈഗോ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് കൊടുക്കാൻ വലിയ മടിയാണ്. അത് ആ കസേരക്ക് ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ? ഇപ്പം എൻ്റെ അടുത്ത് പെറ്റീഷൻ വരുമ്പോൾ, ഒരു കടലാസായിട്ട് വരുമ്പോൾ സെർവൻ്റാണ് എന്ന് പറയുമ്പോൾ, നോട്ട് ഹിസ് സെർവൻറ്റ്, ഐ എം സെർവൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. അവർ കടലാസ് അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ എൻ്റെ മേശപ്പുറത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ മറന്നു പോവുകയാണ് ദാറ്റ് ഐ എം ഇൻ സർവീസ്, ബട്ട് ഐ എം നോട്ട് ദെയർ സെർവൻറ്റ്. പബ്ലിക് സെർവൻറ്റ് ഡസൻറ്റ് മീൻ
ഇൻഡിവിജ്വൽ സർവൻറ്റ് ഓർ ഈവൻ സർവൻറ്റ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. പബ്ലിക് സർവൻറ്റ് എന്ന് പറയുമ്പോൾ പബ്ലിക് സർവീസ് ചെയ്യാൻ വേണ്ടിയാണ്, പക്ഷേ ഇൻഡിവിജ്വൽ സർവീസ് ചെയ്യാനല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു റെസ്പെക്റ്റ് കിട്ടാനായിട്ട് ഈ കസേരയോട് റെസ്പെക്റ്റ് കുറവാണ്, ഈ നാട്ടിൽ കുറവാണ്. നമ്മുടെ റെസ്പെക്റ്റ് വാങ്ങിക്കണം. കലക്ടറായിട്ട് ഞാൻ 2 വർഷം ജോലി ചെയ്യുന്നതിന് ശേഷം ആളുകൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും അത് സിൻസിയറാണ്, ഹാർഡ് വർക്കാണ്, ജനങ്ങളോട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ജനകീയമുള്ള ഒരു സ്വഭാവമുള്ള ഓഫീസറാണ് എന്ന് അവർക്ക് മനസ്സിലാവും, അവർ റെസ്പെക്ട് ചെയ്യും. പക്ഷേ തുടക്കത്തിൽ 6 മാസമാണല്ലോ പ്രശ്നം. 6 മാസം ഞാൻ എന്ത് ഓർഡർ ആക്കിയാൽ അവർ അനുസരിക്കില്ല, കാരണം കസേരയോട് റെസ്പെക്റ്റ് ഇല്ല. അത്രയധികം വിജിലൻ്റ് ആയിരിക്കുന്ന ഒരു സമൂഹമായിട്ട് പോലും വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള സെക്രട്ടറിമാരും ഒക്കെ പലതരത്തിലുള്ള കറപ്ഷനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുമ്പോൾ അങ്ങക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഇപ്പോൾ എല്ലാത്തിനും സംശയിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ്. നമ്മുടെ ജോലി ചെയ്യാത്തവർക്ക് പ്രശ്നമില്ലല്ലോ, ജോലി ചെയ്യുന്നവർക്കല്ലേ മിസ്റ്റേക്ക് സംഭവിക്കുള്ളൂ. അപ്പോൾ ആ മിസ്റ്റേക്ക് ബോണഫൈഡ് ആണോ മെലഫൈഡ് ആണോ അത് നോക്കണം. ഇൻ ഗുഡ് ഫെയ്ത്ത് ആണോ ഇല്ലെങ്കിൽ അതിനകത്ത് വേറെ ഒരു ഉദ്ദേശങ്ങളുണ്ടോ അത് നോക്കണം. പക്ഷെ അതിനു മുമ്പ് ആളുകൾ ചാടി വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഭയമാണ്. ഇവിടെ കേരളത്തിലെ ഓഫീസേഴ്സ്ക്ക് പ്രത്യേകിച്ചിട്ട് വിജിലൻസ് പിന്നാലെ നടക്കുമോ, വിവാദങ്ങളാവുമോ, മീഡിയയിൽ വരുമോ, ആ ഭയമുണ്ട്. ആ ഭയം കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ശക്തമായിട്ട് തീരുമാനം എടുക്കാനും അതിന് പിന്നാലെ നടക്കാനും സപ്പോർട്ട് ചെയ്യാനുള്ള ഗട്ട്സ് ഇല്ല. ചില ഓഫീസേഴ്സ്ക്ക് ഇല്ല. എന്തിനാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത്? വേണ്ട, അതിലെ കോടതി കേസ് വരും, അതിലെ ആളുകൾ ചോദ്യം ചെയ്യിക്കും, വിവാദങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്താണ് അവർ മടിക്കുന്നു. ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കാൻ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് എന്തിനാ ഭയം? നമ്മുടെ കറപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്തിനാ ഭയം? ആവശ്യമില്ലല്ലോ. പക്ഷേ ശരിയാവുന്നകൾ ഉണ്ടാവട്ടെ. പക്ഷേ അതിനകത്ത് ബോണഫൈഡ് ഉള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞില്ലേ 3000 കിലോമീറ്റർ ഞാൻ 2300 രൂപ കിട്ടാൻ വേണ്ടി അല്ല. ഇപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്. ഞാൻ തീരുമാനം എടുക്കുമ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ എനിക്ക് സാധിക്കണം. ആ അന്തരീക്ഷം കൂടി ഉണ്ടാവണം. ഇപ്പോൾ ഈ ചില സമയത്ത് ആളുകൾ ജമ്പ് ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും ഉണ്ട്. ഒരു ക്ലാസ് എക്സാമ്പിൾ നമ്മുടെ ഈ സെക്രട്ടറിയിൽ ഉണ്ടായിരിക്കുന്ന തീ അപകടം, ആളുകൾ ചാടി വന്നില്ലേ, ഞാൻ കത്തിച്ചതാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ കത്തിച്ചതാണോ? ഇപ്പോൾ അത് അന്വേഷിക്കാനും പറയാനും പഠിക്കാനും അവർക്ക് എന്താ പറയുക പേഷ്യൻസ് ഇല്ല. നേരെ ചാടി വന്നിട്ട് അത് ഞങ്ങൾ കത്തിച്ചതാണെന്ന് അവർ വലിയൊരു ഇഷ്യൂ ആയി വന്നു. അങ്ങ് ഓഫീസ് വിട്ട് ഇറങ്ങി വന്നാണ് അവരെ. ഞാൻ 15 മണിക്കൂർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കർമ്മഭൂമി മാത്രമല്ല, ഇറ്റ്സ് മൈ ടെമ്പിൾ. യു കനോട്ട് വയലേറ്റ് ഇറ്റ്. ഞാൻ 14 to 15 hours ഐ എം സിറ്റിംഗ് ഇൻസൈഡ്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ആർക്ക് കയറാമോ? നമ്മുടെ ഒരു എക്സ്ട്രീംലി സെൽഫ് ക്രിട്ടിക്കൽ സൊസൈറ്റി ആയിട്ട് മാറി. വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ടാണോ, കൂടുതൽ അവെയർനെസ് ലെസ് അവെയർ ഓഫ് ഡ്യൂട്ടീസ് ആണോ, എന്താണെന്ന് എനിക്കറിയില്ല. ആ ആറ്റിറ്റ്യൂഡ് എന്തായാലും മാറണം. വി ഷുഡ് ബി എൻ എൻലൈറ്റൻഡ് സൊസൈറ്റി, നോട്ട് എ സെൽഫ് കൺസർവേറ്റീവ് ക്രിട്ടിക്കൽ സൊസൈറ്റി. ക്രിറ്റിസിസം വേണം, കാരണം ഇത് ചെക്സ് ആൻഡ് ബാലൻസസ് ആണ്. പക്ഷേ ക്രിറ്റിസിസം ഷുഡ് നോട്ട് ബി ബോർഡറിങ് ടുവേർഡ്സ് സെൻസേഷണലിസം ആൻഡ് നെഗറ്റിവിറ്റിസം. പൊതുവെ ഈ സമൂഹത്തിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥനായാലും ശരി പുറത്തായാലും ശരി നെഗറ്റിവിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിക്കുന്ന നമ്മുടെ വികസനം ഉണ്ടാവുന്നില്ല, സമൂഹത്തിലുണ്ടാവുന്നില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ശരിയ. ഇല്ലെങ്കിൽ കേരളം കുഡ് ഹാവ് ബീൻ ദി ഐലൻഡ് ഓഫ് പ്രോസ്പെരിറ്റി ഇൻ ദി ഹോൾ കൺട്രി. കാരണം 20-30 വർഷം മുകളിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും ശരി ഹെൽത്ത് ആയാലും ശരി, സംശയമില്ല. വി വുഡ് ഹാവ് ഷോൺ ടു അതേഴ്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ സംശയമില്ല, വി ആർ വളരെയധികം മുന്നോട്ടാണ്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ലിറ്ററസിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ടാണ്. ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്. അതുകൊണ്ടാണ് നമ്മുടെ കോവിഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചത്. പക്ഷേ നമുക്ക് അതിനേക്കാൾ ഇക്കണോമിക് ഒരു പ്രോസ്പെരിറ്റി, ബിസിനസ്, ആ സർവീസ്, അത് നമുക്ക് ഒരു മാതൃകയായിട്ട് കാണിക്കാനായിരുന്നു. Except for this negativity, except for this self-criticism, except for people pulling down each other all the time.